ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാൽ കപ്പയാണ്. അതിനായിട്ട് ഞാൻ കപ്പ എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. അത് ഞാൻ വൃത്തിയാക്കി വെച്ചു. എന്നിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്ത് ജാറിലിട്ട് അടിച്ചു. ദേ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടാം പാലാണ്. ഇനി നമുക്ക് ഈ രണ്ടാം പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പയൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചു. ഇതിലോട്ട് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിൽ വെള്ളമൊന്നും ചേർക്കരുത്. രണ്ടാം പാലിൽ തന്നെ വേവിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു രുചി. ഇതൊരു 2 വിസിൽ വരെ ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം. അത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഒരു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അത് വളരെ സിമ്പിളാണ്. കുറച്ച് കൊച്ചുള്ളിയും 2-3 പച്ചമുളകും ശകലം ഉപ്പും ചേർത്ത് നമുക്കിങ്ങനെ ഇടിച്ചെടുക്കാം. മിക്സിയെക്കാട്ടി ഇതിൽ ഇടിച്ചെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇനി നമുക്കിതിലോട്ട് ചേർക്കാവുന്നത് വെളിച്ചെണ്ണയാണ്. പക്ഷേ ഇപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് വാങ്ങിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. കപ്പയുടെ കൂടെ ഇത് കഴിക്കാം. വേറെ എന്തും നമുക്ക് മീനോ ചിക്കനോ എന്ത് വേണോ അതിനൂടെ കഴിക്കാൻ കുഴപ്പമില്ല. ഇതും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ കപ്പ എന്തായെന്ന് നോക്കാം. കപ്പ ദേ ഇപ്പോൾ ഒരു 3/4 വേവായിട്ടുണ്ട്. സാധാരണ പാൽക്കപ്പ നന്നായിട്ട് വെന്ത് നല്ല മാവ് പോലെ കുറുകി വരും. പക്ഷേ എനിക്ക് അത്രയും വേവൊന്നും ഇഷ്ടമല്ലാഞ്ഞിട്ട് ഞാൻ ഒരു 3/4 വേവായപ്പോൾ സ്റ്റവ് ഓഫാക്കി ഇതൊന്ന് ഉടച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നന്നായിട്ട് ഉടച്ച് നല്ല മാവ് പോലെ ആക്കാം. അതും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിൽ വേറെ പരിപാടിയൊന്നുമില്ല. നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ച ഒന്നാം പാൽ, നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ഈ പാലെടുത്തിരിക്കുന്നത്. കുറച്ച് മതി, എന്നാലും വെള്ളം ചേർക്കാണ്ട് എടുക്കണം. അതാണ് ഇതിനൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇത് നല്ലതായിട്ടിട്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ചെറുതായിട്ട് തിള വന്നു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിനുശേഷം നമുക്കിനി ഇതിലോട്ട് ഇടേണ്ടത് കടുക് വറുത്തിടണം. കടുക് വറുക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവുമ്പോൾ അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ മോളാണ് വീഡിയോ എടുക്കുന്നത്. കടുക് പൊട്ടിത്തെറിച്ചപ്പോൾ ഫോണും കൊണ്ട് ഓടിയ രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കടുക് വറുത്തു. ഇതിനി നമുക്ക് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. കുക്കറിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും. അതുവരെ എല്ലാവർക്കും താങ്ക് യു.